ഇതുവരെ നമ്മൾ കണ്ടത് നമ്മളുടെ കമ്പോണൻറ്റിൽ തന്നെ ഒരു അറേ ഉണ്ടാക്കി ആ അറേനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാറുണ്ട്. ഇത് ഇങ്ങനെയല്ല ശരിക്കും ചെയ്യുന്നത്. കാരണം നമുക്ക് മൾട്ടിപ്പിൾ പേജസിൽ നമുക്ക് ഈ ഐറ്റം ഈ കോഴ്സിൻ്റെ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സർവീസസിൽ എഴുതിയിട്ട് വേണം ജനറേറ്റ് ചെയ്യാൻ. സർവീസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ng ജനറേറ്റ് സർവീസ് പോൾ, ഞാൻ അപ്പോൾ എന്ന് പറഞ്ഞ പേര് തന്നെ കൊടുത്തു. അപ്പോൾ സർവീസ് ക്രിയേറ്റ് ആയി വരും. ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടൊന്ന് പോൾ സർവീസ് ക്രിയേറ്റ് ആയിട്ട് വന്നു. ഇനി ഇവിടെ ഗെറ്റ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫങ്ഷൻ ഞാനിവിടെ എഴുതാണ്. ഞാനിവിടെ റിട്ടേൺ ചെയ്യുന്നത് ഈ കോഴ്സസ് ഇവിടെ നിന്നെടുത്ത് പോൾ സർവീസസിൽ റിട്ടേൺ ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചുമ്മാ ഇനിഷ്യലൈസ് ചെയ്ത് വയ്ക്കും. ഞാൻ കോഴ്സസ് എന്ന് തന്നെ വിളിച്ചു ഇവിടെ. എന്നിട്ട് പോൾ സർവീസ് ഇവിടെ കോഴ്സസ് ഡോട്ട് ഗെറ്റ് കോഴ്സസ് വിളിച്ചു. എന്നിട്ട് ഈ കോഴ്സസിനകത്തേക്ക് കോഴ്സസ് ഡാറ്റ എന്ന് കൊടുക്കാം. കോഴ്സസ് ഡാറ്റ ദിസ് ഡോട്ട് കോഴ്സസ് ഡാറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് ഇപ്പം നേരത്തെ വർക്ക് ചെയ്തിരുന്ന അതേ ഔട്ട്പുട്ട് തന്നെ കിട്ടും. കോഴ്സസ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓൺ പോൾ കമ്പോണൻറ്റ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പേര് മാറ്റി കൊടുത്തു, കോഴ്സസ് ഡാറ്റ എന്നാക്കി കൊടുത്തു. അപ്പോൾ ഇവിടെ കോഴ്സസ് ഡാറ്റ എന്ന് തന്നെ ഇവിടെയും കൊടുക്കണം, ഈ ഇതിലും കൊടുക്കണം. ഇപ്പോൾ സർവീസസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടി. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ഒരു ലിസ്റ്റ് ഓഫ് ഓതേഴ്സിൻ്റെ ലിസ്റ്റ് ഇതേപോലെ തന്നെ ചെയ്തിട്ട് ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രം നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇങ്ങനെ ചെയ്ത് പഠിച്ചാലേ നമുക്ക് നല്ലൊരു ആംഗുലർ ഡെവലപ്പർ ആവാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെക്ചേഴ്സ് ഇതിലും ഇമ്പോർട്ടൻ്റ് ആണ്. അത് പിന്നീട് നമുക്ക് പഠിച്ച് പോരാം.